ആ നീ എണീച്ചായിരുന്നോ? എന്താ ചായ? അജു, നീ ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ തടിച്ചിരിക്കുന്നല്ലോ. ഓ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയി, അതായിരിക്കും. ആണോ? എന്നാ പിന്നെ പോയി ഇരിക്കുന്ന ഫുഡ് എടുത്തുകൊണ്ട് വരാം. അമ്മേ, അച്ഛനെവിടെ? എടാ, അച്ഛനവിടെ പത്രം വായിക്കാൻ തോന്നുന്നു. എന്തേ? ഒന്നുമില്ല. എവിടെന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാതിരിക്കാനാ. നീ ഇരിക്കേ, ഞാൻ പോയി അച്ഛനെ വിളിച്ചിട്ട് വരാം. അച്ചു, അന്ന് പോയി ഇന്റർവ്യൂ എന്തായി? റിസൾട്ട് വന്നോ? അച്ചു, ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? വന്നില്ല. വന്നില്ലെന്നാണോ അതോ കിട്ടിയില്ലേ? വന്നില്ല. വന്നാലെന്താണ്, കിട്ടുവോ? ദാറ്റ് പ്ലീസ്. അതെ, അവനത് ഫുഡ് കഴിക്കട്ടെ. അവൻ കഴിച്ചോട്ടെ, ഞാനൊന്നും പറയുന്നില്ലല്ലോ. ഇവനിപ്പോ 24 വയസ്സായി. ഇവന്റെ പ്രായമുള്ള ജോബും ഫാമിലിയൊക്കെ നോക്കി പോകുന്നു. ഇവിടെ അവൻ ഇപ്പോഴും ചെലവ് കഴിയുക. എടാ, എന്റെ കൂടെ പഠിച്ചതൊക്കെ പേര് നിലയില. അമ്മേ, ഞാൻ പുറത്തുനിന്ന് അയച്ചോളാം. അജു, കഴിച്ചിട്ട് പോടാ. അജു, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോന്ന്. ഞാൻ എന്ത് പറഞ്ഞു ലക്ഷ്മി നീ പറയുന്നേ? അവൻ കണ്ട ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്ത് ഒന്നും കിട്ടാതെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷമായി. കണ്ട കാറ്ററിംഗ് വർക്ക് മാത്രം നോക്കി നടന്നാൽ മതിയോ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ അർജുൻ മോഹനൻ. രാവിലെ തന്നെ ചൂടിലാണല്ലോ അജു. ഗായത്രി, ഞാനിപ്പോ മൂടില്ലല്ല. ഞാൻ എന്തിനാ വിളിച്ചതിന്റെ കാര്യം പറഞ്ഞ? സോറിടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. നീ കഴിച്ചായിരുന്നോ? ഇല്ല. എന്തു പറ്റി? വീട്ടിൽ പിന്നെയും പ്രശ്നമായോ? സ്ഥിരമുള്ളല്ലേ. സാരമില്ല, പോട്ടെ. നീ എന്തായാലും കഴിച്ചില്ലല്ലോ. നീ എന്റെ വീട്ടിലേക്ക് ആയോ? സോയമ്മ നല്ല ചൂട് പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ഫേവറേറ്റ് അല്ലേ? ഞാൻ വരുന്നില്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ഓക്കെ. ഞാൻ വിചാരിച്ചു നീ വരുമ്പോ നല്ല ചൂട് ആവി പറക്കുന്ന സോഫ്റ്റ് പുട്ടും നല്ല ചൂട് കടലക്കറിയൊക്കെ കൂട്ടി അടിക്കാന്ന്. എന്തായാലും നീ വരുന്നില്ലല്ലോ. ഞാൻ വരുക. ആയിക്കോട്ടെ, ഞാൻ ഇതിന്റെ വെയിറ്റ് ചെയ്യാം. ലേറ്റായി. ഒരു 2 മിനിറ്റ് അല്ലേ? സ്റ്റിൽ ലേറ്റ്. പറഞ്ഞ ടൈമിന് വരണം. ആയിക്കോട്ടെ മാഡം. ഹാടാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? സ്കൂളിൽ പോയില്ലേ? അവനിപ്പോ സ്കൂളിൽ ഒന്നും പോവാറില്ല. കള്ളായാലെന്ന് പറഞ്ഞിരിക്കുക. എടാ കൊച്ചിറക്ക, എടുത്ത് ഞാൻ അപ്പുറത്ത് തോട്ടി കളയും. നീ നോക്കിക്കോടാ, സോയമ്മയെ കൊണ്ട് ഞാൻ നിന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടിരിക്കും. എന്താടാ കണ്ണാ, പെട്ടെന്ന് വേറെ ഏതാ? ഷവർമ്മേ? ഏത് ഷവർമ്മ? എപ്പ കഴിച്ചി? എടാ ചുമ്മാ പറയുവാടാ. അജു, ഞാൻ പറയാം. ഇന്നലെ എന്റെ ഫ്രണ്ട് അമലില്ലേ, അവന്റെ വീട്ടിൽ നിന്ന് കേക്ക് കൊണ്ടുവന്നായിരുന്നു. അതിൽ നിന്ന് കേറ്റാനാ. സോയമ്മ ഉള്ളപ്പോഴോ? അത് തന്നെ കണ്ണാ. സോയമ്മ ഫ്രിഡ്ജിൽ നോക്കിട്ട് വെച്ചേക്കുവാ. നീ എങ്ങനെ തുറക്കും? എടാ കണ്ണാ, പോണോ നിന്റെ ക്രഷ് മീനാക്ഷി? അയ്യോ, അതപ്പുറത്ത് കുഞ്ഞിയുടെ അപ്പൂപ്പനല്ലേ? കണ്ണാ, എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഗായനി അടിപൊളി കളിക്കുന്നെന്ന്. അജു മോനെ, എന്താണ് നിക്കുന്നേ? കേറിവാ. എടാ കണ്ണാ, എന്റെ ചെക്കന്റെ കൈവിടടാ, ഞാൻ കൊണ്ടുപോക്കോളാം. കണ്ണ, എന്റെ പപ്പടം. സോയമ്മേത് കണ്ടോ? സമാധാനം നേരത്തില്ല കൂടെ. ഈ പപ്പടല്ലേ എന്നാ? സോയമ്മേ, അജുവിന് ഇത്തിരി കൂടെ കറി ഇട്ട് കൊടുക്ക്. വേണ്ട, ഇത് കഴിഞ്ഞ ധാരാളം. ആടാ അജു, ഇന്റർവ്യൂ ഒക്കെ എന്തായി? കിട്ടിയില്ല. ആണോ? ഇറ്റ്സ് ഓക്കേടാ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എന്താടാ?
എടാ കണ്ണാ മിണ്ടായി എന്ന് കഴിച്ചോ ദേ പുട്ടെടുത്ത് നിന്ന് അണ്ണാക്കി ഇട്ടേ. ആ നിനക്ക് ഇത്തിരി സത്യം ചെയ്യപ്പോ കൂടുതല. ഞാൻ മീനാക്ഷി ഉണ്ടല്ലോ കാണിച്ച് നെയ്യ ഞാൻ. മീനാക്ഷിയോ? അതാണടാ കണ്ണ. അപ്പൊ സോയമൊന്നും അറിഞ്ഞില്ലേ? അത് കണ്ണൻ. കായ് ചുമ്മാ പറയുവാ. ആ സോയമേ ഞാൻ കോളേജിൽ പോവാണേ. ഗായു ഞാൻ കോളേജിൽ കൊണ്ടുവിടാം. അജു ആ നീ കണ്ണന്റെ സ്കൂൾ പ്രോഗ്രാമിന് എഴുതിയില്ലേ? ആ അവൻ എന്നോട് ചോദിച്ചിരുന്നു. ആ ഞാൻ കേട്ടായിരുന്നു, അതാ ചോദിച്ചേ. ദേ ആ ചെക്കൻ ചുമ്മാ പഠിപ്പിക്കില്ല കേട്ടോ. ആ എനിക്കൊന്നേ വർക്കുണ്ട്. സ്റ്റിൽ ഞാൻ നോക്കട്ടെ. അജു ആ നീ അടുത്ത ഇന്റർവ്യൂവിന് കൊടുത്തായിരുന്നോ? ആ ഞാൻ ഇന്നലെ കൊടുത്തിരുന്നു. ആ ഞാൻ ഇന്നലെ നിനക്ക് വാട്സപ്പിൽ കുറച്ച് നോട്ട് അയച്ചിരുന്നു, കണ്ടായിരുന്നു? എന്ത് നോട്ട്സ്? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. എന്തൊന്നും വേണ്ടാത്ത നോക്കിയില്ലല്ലേ? ടൈം കിട്ടിയില്ല. കണ്ട റീൽസ് കാണാനൊക്കെ ടൈം ഉണ്ടല്ലോ. എന്നാലേ നീ ഇന്നലെ 2 തവണയിൽ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്നു. എന്നെ തെളിവ് വരെ ഉണ്ട്. നീ എന്താ എന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുവാണോ? ടോപ്പിക്ക് മാറ്റല്ലേ, കാര്യം പറ. നീ എന്താ നോക്കാതിരുന്നേ? ഞാൻ എന്താ അയച്ചാലും നീ നോക്കാറില്ല. ഗായു നീ വല്ല ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാം, അതാ നിനക്ക് നല്ല ഷൂട്ടാവുന്നത്. അജു ഇത് നിർത്തിക്കോ. എന്താ നിർത്താൻ? ഞാൻ വല്ല സീരിയസ് ആയിട്ട് പറയുമ്പോ ഈ കളിയാക്കല്. പിന്നെ നിനക്ക് എന്താ അജു ഈ ഇന്റർവ്യൂ ഒന്നും ഇമ്പോർട്ടന്റ് അല്ലേ? ആണ്. ആണല്ലോ പിന്നെ എഫേർട്ട് ഇടാത്ത എന്താ? ഗായു പ്ലീസ് ഡോണ്ട് ബി ലൈക്ക് മൈ ഫാദർ. അങ്ങനെ കൊണ്ട് ഞാൻ പുറത്തു വിട്ടിരിക്കുക. ഇപ്പൊ നീയും ഞാൻ എന്ത് എഫേർട്ട് ഇടുന്നില്ലെന്നാ നീ പറയുന്നേ? പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഐ നോ വാട്ട് ഐ ആം ഡൂയിങ്. ഓക്കെ ഗായു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. എന്നെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയാൽ മതി, ഞാൻ ബസ്സിൽ പൊക്കോളാം. വേണ്ട, എന്നാ ഞാൻ തന്നെയല്ലേ കൊണ്ടാക്കുന്നേ. ഇന്നും അങ്ങനെ മതി. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ അജു നോക്കുന്നേ. എനിക്കറിയാം. എന്തറിയാന്ന്? ഗായു ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, നീ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. റിയലി അജു? ഗായു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നിനക്ക് വേണ്ടിയാ. നീ എന്ത് ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പോ എന്നെ എനിമിയായിട്ട് കാണുന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എക്സാക്ട്ലി അങ്ങനെ തന്നെ ഉദ്ദേശിച്ചേ. ഗായു ഗായു എന്താ? പിണങ്ങിയാ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. ഓക്കെ ഓക്കെന്ന് പറഞ്ഞ ഓക്കെ. നീ എന്നെ കേൾക്കുന്നില്ല അജു. അജു ഞാൻ പറയുന്ന മുഴുവനും നീ ക്രിട്ടിസായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കോളേജ് എത്തി, ഞാൻ പോവാ. ബൈ. ഗായു ഡി. എന്താ? ആ ഒന്നുമില്ല. എന്തിനാ ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നേ? എന്താ ഞാൻ ഓവർ റിയാക്ട് ചെയ്യാ? അയ്യോ എന്താ ഇവിടുന്ന് സീൻ ഉണ്ടാക്കട്ടെ. ആഹാ ഞാനാണോ സീൻ ഉണ്ടാകുന്നേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. അജു നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന എല്ലാം നിനക്ക് കുറ്റപ്പെടുത്തൽ മാത്രമായിട്ട് തോന്നാറുള്ളൂ. ഞാൻ കൺസേൺ ആയ നിനക്കത് ക്രിട്ടിസായിട്ട് മാത്രമേ തോന്നാറുള്ളൂ. ഓ ശരി. എന്ത് ശരി? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറയുന്നൊന്ന് കേക്കോ? ഇല്ല അജു, ഇത് നിന്റെ ഇന്റർവ്യൂവാ. ഞാൻ ടെൻഷൻ ആവുന്നത് നിനക്ക് വേണ്ടിയാ. ഗായു എടി നീ വരുന്നില്ലേ? ക്ലാസ് തുടങ്ങി. ഹാടി വരുവാ. ഓക്കെ ബൈ, ഞാൻ പോവാ. പൈതവേ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് നീ എന്നോട് മിണ്ടാതിരിക്കല്ലേ. ഞാൻ എന്തിനാ എപ്പോഴാ അവളോട് ചൂടാവുന്നേ? ആ എന്തേലൊക്കെ ആവട്ടെ. എനിക്ക് രാജാവായി വാഴും ഞാൻ, ഒന്നുമില്ലേലും ഭരിക്കും ഞാൻ. ആ പകിട 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 ആ പകിട 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 ആ പകിട 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 ആ. എടാ നന്ദു അടുത്ത പെടിയടാ. ആരാണ് അവരെല്ലാം? ആരാണ്? നെഞ്ചിനുള്ളിൽ താമസിക്കും എന്റെ ജനം വാശി തരും. ദോണ്ടേടാ അർജുൻ വന്നടാ. ഹായ് അലിയ. എന്താണ് അലിയ? രാവിലെ അവളെ പറഞ്ഞിട്ടിട്ട് അലിയാണോ? എന്റെ അർജുനോട് അങ്ങനെ പറയില്ലേ, ഫ്യൂച്ചർ സിഇഒ അല്ലേ. ഓ ഇന്റർവ്യൂ ഹീറോ സാർ ഫോട്ടോഗ്രാഫ് വേണമെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് മേടിച്ച് വെച്ചോ. ഇവന് ജോലിയൊക്കെ കിട്ടിയിട്ട് വലിയ നിലയിലൊക്കെ എത്തുമ്പോ നമ്മളൊക്കെ മറക്കും. മിണ്ടാണ്ടിരിക്കടാ. ആ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ നന്നായിരുന്നു. എടാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ? അതെ സെറ്റ്. ചായ ഇന്ന് ഈ നന്ദുവിന്റെ വക. ബില്ല് പിന്നെ എന്നെ വിവേകേട്ട് അടയ്ക്കല്ലേ ചേട്ടാ? വിവേകേട്ടിന്? ആ നീ ഒരു ക്ലാസ് എന്റെ കൂടെ പഠിച്ചിട്ടേ
നീ തോറ്റു പാളിസായത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ചേട്ടാന്ന് വിളിക്കുന്നടാ മാറി. എന്താണ് അർജു പിന്നെ അവളായിട്ട് അടിയായ? എന്ത് ചോദ്യം അളിയ അത്? സ്ഥിരമുള്ളതല്ലേ അവളെ വിഷമിപ്പിക്കുന്നത്. ഓയ് മിസ്റ്റർ, ഞാൻ വിഷമിപ്പിച്ചില്ല കേട്ടോ. അതെന്തെങ്കിലും കാട്ടെ. എന്റെ നില എന്ത് പറയുന്നു? നിന്റെ നിളയാ? അയ്യടാ, അതിന് അവളെപ്പോഴാ നിന്നെയായി? അവളെപ്പോഴാ രസം പറഞ്ഞോ? ഏത് നീള? അപ്പൊ നീ അറിയുന്നില്ല അമലേ? അത് മറ്റേ ഗായത്രിയുടെ ഫ്രണ്ട് നീള. അപ്പൊ പറ്റില്ല അവളാ. എന്താണ് പേര്? മീരയോ? അപ്പൊ നീ അത് അറിഞ്ഞില്ലേ? ഈയിടെയാണ് നന്ദു എന്ന് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ ചേട്ടനും എന്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് നന്ദുവിനെ പിടിച്ച് കണ്ട് പൊട്ടിച്ചായിരുന്നു. അല്ലേടാ നന്ദു? പൊട്ടിച്ചൊന്നുമില്ല. ഞാൻ പിന്നെ തിരിച്ചടിക്കണമെന്ന് വിചാരിച്ച്. പിന്നെ അവളെ ചേട്ടനെന്ന് വിചാരിച്ചിട്ടാണ് വിട്ടത്. എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഉണ്ടല്ലേ എന്ത് ചെയ്യും? നീ അത് കഴിഞ്ഞ കാലം ഇടിച്ചു ചെറുതായിട്ട്. എടാ അർജു, നിന്റെ മുഖം കണ്ടറിയാം നീ അവളെന്തോ പ്രശ്നമായിട്ടുണ്ടെന്ന്. എന്താന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല, എന്നാലും നീ അവിടെ കൂടുതൽ ഹേർട്ട് ആക്കണ്ട കേട്ടോ. ഫിലോസഫി ഗായ്സ് ഈസ് ഫിലോസഫി ഗായ്. ഒന്നും ഇല്ലാണ്ടിരിക്കണം, ഞാൻ പറയട്ടെ. അപ്പൊ അജു ഇവന്മാര് പറയുന്നത് ശ്രദ്ധിക്കണ്ട. നീ എന്തായാലും അവളോട് സോറി പറയും. സോറിയോ അജുവോ? ഈഗോ ഉള്ള അമ്മ സോറി. ആര് പറഞ്ഞു എനിക്ക് ഈഗോയാന്ന്? എനിക്ക് ഈഗോ ഒന്നുമില്ല. കണ്ടാലും പറയും ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ. വാട്ടവർ. ഏടാളിയാ, നിനക്ക് ഹെൽപ്പ് ചെയ്യോ? എന്തായാലും ഗായു നിനക്കറിയാലോ. അപ്പൊ പിന്നെ അവളെ ഫ്രണ്ട് നീലേനെ ഒന്ന് സെറ്റാക്കി ആടാ. എന്നിട്ടാണ് അവളെ ചേട്ടനെ ഞാൻ നല്ല ഉള്ള അന്യേനും മനുഷ്യനും ഇവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. ഇനി അതും കൂടെ ഞാൻ കേട്ടാടാ. മിന്നാണ്ട് ഏടാ നന്ദുവിനെ കൊള്ളേന്നും പോയി മതിയല്ലേ. എന്നാലും ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, നിങ്ങളെല്ലാം എൻജോയ് ചെയ്യണം. ഇങ്ങനെ എൻജോയ് ചെയ്ത നാട്ടുകാരെല്ലാരും കൂടെ നിങ്ങൾ തല്ലി മണ്ടയില്ല തൊട്ടോളം കിട്ടണം. അതെന്താ കാട്ടെ ഗായ്സ്, ഞാൻ ഇന്നലെ ഒരു കാര്യം ചിന്തിച്ചാണ്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? ബിസിനസ്സോ? നടക്കുള്ളത് ആരും പറയാമല്ലേ? എന്തേ നടക്കാത്തെ? എന്തായാലും നമുക്ക് ആർക്കും ജോലിയില്ല. എനിക്ക് വിസ വരണമെങ്കിൽ തന്നെ ഒരുപാട് നാളെടുക്കുമെന്നൊക്കെയാണ് പറയണത്. അപ്പൊ നമുക്കൊരു ബിസിനസ് തുടങ്ങി നമുക്ക് എല്ലാവർക്കും അതിന്റെ ഇൻക്ലൂഡ് ആവാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പൈസയും കിട്ടും. അങ്ങോട്ട് ചെന്നിട്ട് ബിസിനസ് ഉണ്ട്, പൈസ വേണമെന്ന് പറഞ്ഞാൽ മതി, എപ്പോഴും എടുത്ത് തീരും. കുറെ കുട്ടികൾ കൊണ്ട് വന്ന ഭയങ്കര പൈസയൊക്കെ ആയിരിക്കും കിട്ടണേ. പോടറങ്ങി. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. അതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്ത് ബിസിനസ് എന്നൊക്കെ ചോദിച്ചേ? ഇപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാൽ വീട്ടിലേക്ക് ആവശ്യം വരുമ്പോൾ നമ്മളായിട്ടൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലെ ആൾക്കാര് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ട് ഡെലിവറി ചെയ്യുക. അങ്ങനെയുള്ള ഈ ആമസോണെല്ലാം കാണുന്നില്ലേ, അതേ പരിപാടി ബെസ്റ്റ്. നമ്മുടെ നാട്ടിൽ നമ്മളെ കുറിച്ച് നല്ല ഇമ്പാക്റ്റ് ആയതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. എടാ ഇങ്ങനെ നെഗറ്റീവ് അടിക്കണേടാ, അപ്പൊ പോസിറ്റീവ്. അതാ ഇവനെ പറ്റി പോസിറ്റീവോടെയായി BSc പൊട്ടി ക്വാളിഫൈ ഇവിടെ ഇരിക്കും. ഹേയ്, എന്റെ BSc കളയാക്കരുത്. ഞാൻ എന്തായാലും ഈ വർഷം എഴുതിയിരിക്കും. ഇത് തന്നെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് പറയുന്നത് ഇതുവരെ ഒന്നും നടന്നില്ല. അതേ മാൻ, നീ നിന്റെ സപ്ലി അത് എഴുതിയെടുക്കാൻ നോക്കും. അവൻ പറയാൻ വന്നേക്കുന്ന ഞാൻ നിന്റെ ബിസിനസിനെ കുറിച്ച് പറയാം, എങ്ങനെയാണ് എന്താന്നൊക്കെ. നമുക്കൊരു ക്ലിയർ ഇമേജ് വേണമല്ലോ. ഇവള് മെസ്സേജ് അയക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ കഴിച്ചോ കുടിച്ചോന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ എത്രക്ക് ഹേർട്ടായോ? ഇനി സിദ്ധു പറഞ്ഞൂല, സോറി പറയണം. എടാ അജു, നീ ഞാൻ പറയുന്നല്ല കേൾക്കുന്നുണ്ടോ? എന്തൊരു ശരി. എടാ ഫിലോസഫിയാണോ? ഫിലോസഫി കണ്ടിട്ട് അജു ഈ സങ്കടത്തിലാന്ന് തോന്നുന്നു. എന്താടാ അജു, സങ്കടത്തിലാ? ഞാൻ സങ്കടത്തിലൊന്നുമില്ല. അജുവിന് സത്യം പറഞ്ഞ സങ്കടമുണ്ട്, പക്ഷെ അജു അത് സമ്മതിക്കില്ല. കാരണം എന്താ, അജുവിന് ഈഗോ. എടാ പോടാ, പറ്റിയ അവസരാ. ഇപ്പൊ ക്ഷമ പറഞ്ഞാ വേണമെങ്കിൽ ക്ഷമിച്ചിരിക്കും. ഇല്ലേ നീ ഇതുപോലെ ഫോണം നോക്കിയിരുന്നു. അത് തന്നെ അജു, വേണമെങ്കിൽ പോയി സോറി ഇറങ്ങി. ഈ ഗേൾസിനൊക്കെ പ്രത്യേക സ്വഭാവ. അതെന്താടാ നന്ദു, നിനക്ക് എക്സ്പീരിയൻസ് ഉള്ള പോലെ? എക്സ്പീരിയൻസ് കാണാതിരിക്കോ? വലിയ നന്ദു 2 ദിവസം കോളേജ് പോയെന്ന് അത് കരുതി. ഞാൻ അതിന് മാത്രമല്ല പഠിക്കാനും കൂടെ പോയാൽ. ഞാൻ പോയി അവിടെന്ന് പിക്ക് ചെയ്തിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. ഗായത്രി, എന്താ ഇവിടെ? വീട്ടിൽ പോവണ്ടേ?
ബസ് ഉണ്ടല്ലോ, ഞാൻ ബസ്സിൽ പൊക്കോളാം. പക്ഷെ അങ്ങനെ പറയല്ലേ, ഞാൻ കൊണ്ടുവിടാൻ വാ. വേണ്ട, ഞാൻ ബസ്സിൽ പൊക്കോളാം. എന്താണ് ഗായത്രി ഇതേനെ പിണക്കം മാറിയില്ലേ? ഗായത്രി ഞാൻ ഇന്ന് രാവിലെ ദേഷ്യത്തിൽ പറഞ്ഞേ, ഞാനത് പെട്ടെന്ന് പറഞ്ഞതാ. ഞാൻ ഇനി അങ്ങനെ പറയൂല. ഓക്കെ? ഓ, സ്ഥിരമുള്ള ഡയലോഗ്, ഒരു മാറ്റവും ഇല്ല. എന്നത്തെ പോലെ അല്ല, ഇപ്പൊ മാറും. എന്താണ് ഈ ഗായത്രി ക്ഷമിക്ക്. ഗായത്രി എന്താ ഒന്നും മിണ്ടാത്ത? എന്നാ പിന്നെ പിണക്കം മാറാൻ ബീച്ചിലും പോയി ഫുഡ് അടിച്ച് നമുക്ക് പതുക്കെ വീട്ടിൽ പോവാം. ഞാൻ കൊണ്ടുവിടാം. അയ്യോ, താമസിച്ച് സോയമ വഴക്കുറയും. അത് സാരിയില്ല, സോയമ്മയോടെ ഞാൻ പറഞ്ഞോളാം. നീ പോന കവിതൈ അനാദികം നീ പോവുകയാണോ? വീട്ടിൽ ചേർന്നില്ലേ? ഇല്ല, നാളെ ഇന്റർവ്യൂ ഉണ്ട്. ഓഹോ, പിന്നെ ഞാൻ മറ്റേ വാട്സപ്പ് വെച്ചൊക്കെ നോക്കണം കേട്ടോ. അതേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓൾ ദ ബെസ്റ്റ്. നീ വന്നോ? എന്താ ഇന്റർവ്യൂ? കിട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. എല്ലാ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇല്ലാന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ. ഞാൻ ട്രൈ ചെയ്തു, ക്വസ്റ്റ്യൻസ് പാടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് പയ്യെ പറ, അല്ലേലും അവൻ നല്ല ടയർഡായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. നീയാണ് ഇവനെ വഷളാക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഓരോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇല്ല ഇല്ലാന്ന് പറയുമ്പോ നിനക്കെന്താ തോന്നുന്നത്? ഞാനിത് കേട്ട് ഹാപ്പി ആണോ? ഇവന്റെ കൂടെ പഠിച്ച ജോലി ചെയ്യാൻ ഫാമിലിയെ ജീവിക്കുന്നു. ഇവൻ മൊത്തം കുറെ ഇന്റർവ്യൂ തോറ്റിട്ട് വന്നിട്ട് ഇല്ല ഇല്ലെന്ന് പറയുമ്പോ അജു ഇത് എത്രാമത്തെ ഇന്റർവ്യൂ? എത്രാമത്തെ അതിന് കണക്ക് തന്നെ. രാജു ഒന്നും പറയണ്ട, നീ റൂമിൽ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. അത് തന്നെ, റൂമിൽ പോയിരിക്കും. എപ്പോഴും ഇത് തന്നെയല്ലേ? നീ കൂട്ടായിട്ട് സംസാരിച്ച് ഇങ്ങനെ കളിച്ച് നടന്നു. ഞാൻ അങ്ങനെ മാത്രമല്ല നടക്കുന്നേ. ഞാൻ ഇന്റർവ്യൂവിന് പോയതല്ലേ, ക്വസ്റ്റ്യൻസ് പാടായിരുന്നു പറഞ്ഞാണല്ലോ. എന്താ ഇത് തന്നെയല്ലേ എല്ലാ ഇന്റർവ്യൂ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നേ? നീ മാത്രമല്ല ഇങ്ങനെ. അപ്പുറത്ത് മീനോൻ അവൻ നിന്നോടൊക്കെ പഠിച്ചേ, എന്നിട്ട് അവനിപ്പോ ഏത് മതി. നീ എന്തിനാടാ ചൂടാവുന്നേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നീ എല്ലാം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇല്ല ഇല്ലെന്ന് പറയുമ്പോ ഞാൻ എന്താ സന്തോഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യുന്നില്ലേ? ഞാൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. അജു, നീ ഒരുപാട് ചൂടാവേ. നീ അത് ജോലി പിടിക്കുക, എന്നിട്ട് നീ ഇന്ന് ചൂടാകും. ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുക. അച്ഛൻ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമേ പറയുള്ളൂ. എപ്പോഴും എന്നെ ഇതുപോലെ ഇന്റർവ്യൂ തോറ്റു അതിന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ പ്രശ്നം ഒന്നും ചോദിക്കാറില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ വാശി, നിങ്ങൾക്ക് എപ്പോഴും ജയിക്കണം. ഞാൻ ശരിക്കും ചോദിക്കട്ടെ, താങ്കൾ എന്റെ അച്ഛൻ തന്നെയാണോ? അമ്മ, ഞാൻ പോവാ. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. നിങ്ങളെ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങള് ഒരിക്കലും സാറ്റിസ്ഫൈ ആവത്തില്ല. ഒരുപാട് വട്ടം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അജു, നീ ഇവിടെ ഇരിക്കായിരുന്നു? ഞാൻ എത്ര വട്ടം തന്നെ വിളിച്ചു. ഇപ്പൊ നന്ദു പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞ നീ എന്റെ വീട്ടിലുണ്ടെന്ന്. നിനക്ക് എന്താ വേണ്ടേ? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്താ ഇന്റർവ്യൂ, എന്താ ഇന്റർവ്യൂ, ഇന്റർവ്യൂ റിസൾട്ട് കിട്ടിയില്ല. കേട്ടില്ലേ? കിട്ടിയില്ല. അതിന് നീ എന്തിനാ അജു ചൂടാവുന്നേ? ഗായത്രി, സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നിരിക്കുക. നീ ഒന്നുകൊണ്ട് ചോദിക്കല്ലേ? അതെന്താ നിനക്ക് ദേഷ്യം വരുമ്പോ ഞാനൊന്നും പറയണ്ടേ അജു? നീ നിന്റെ ദേഷ്യം. ഐ എം സോറി. ഇത് വിട്ടേക്ക്, നമുക്ക് അടുത്ത ഇന്റർവ്യൂ നോക്കാം. ഞാനൊരു പ്ലാൻ പറയാം. നിന്റെ ഒരു ഒടുക്കത്തെ പ്ലാൻ. നിന്റെ പ്ലാൻ കാരണം സംഭവിച്ചേ. ഇനി എന്റെ പ്ലാൻ കേൾക്കണോ? ഞാൻ ഒരു കൂട്ടുള്ള പ്ലാൻ. നിന്റെ കാരണം ഈ ജോലിയൊന്നും കിട്ടാത്ത കാലത്താണ് ഇതൊക്കെ തുടങ്ങാൻ. അജു, നീ ദേഷ്യത്തിലാന്ന് എനിക്കറിയാം, പക്ഷെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ? ഇതെല്ലാം ഒപ്പിച്ചു വെച്ച് നീയല്ലേ. പിന്നെ നിന്നോടല്ലാണ്ട് ഗായത്രി എന്നും അത് കഴിഞ്ഞ ലൈഫ് വന്നു മൊത്തം പ്രശ്നങ്ങളാ. ഈ റിലേഷൻഷിപ്പ് കോപ്പൊക്കെ എന്തിനാണ് തുടങ്ങി വെച്ചേ?
ഇപ്പൊ ഓർക്കും പുതിയൊന്നും വേണ്ടായിരുന്നു. നീ എപ്പോഴും എന്നെ വിളിച്ചിട്ട് ഇന്റർവ്യൂ എന്തായി, കുടിച്ചു കഴിച്ചു, എന്ത് ഇറിറ്റേഷൻ ആണെന്ന് അറിയുമോ? ഞാൻ ഇറിറ്റേഷൻ ആണോ? അതെയാണ്, വളരെ അധികം ഇറിറ്റേഷൻ ആണ്. എന്താ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഗായത്രി റിഗ്രറ്റ് ആയില്ലേ? അച്ചു എന്താന്ന് പോയിട്ട് ഉത്തരം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഒന്നും ഇറിറ്റേറ്റ് ചെയ്ത് പോയിട്ടോ. ശരി, ഞാൻ പോവാ. പക്ഷെ അജു, നീ പറഞ്ഞു ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ അജു, എന്താ ഗായത്രി കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ ആളെ വിഷമിപ്പിച്ചോ? ഒന്നുമില്ല അജു, ഇതിന് കൂടിപ്പോയി. ഇഷേ അവളെന്താ വിളിക്കാത്ത? ഹേർട്ടായി കാണും. എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സാരില്ല, ആളെ വന്ന് വേണ്ടിക്കോളും. എന്താടാ രാവിലെ കിടന്ന് വിളിക്കുന്നേ? എടാ അത് ഗായത്രി, അവക്ക് അവക്കെന്ത് പറ്റി? അവക്ക് ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റ് ആയി. അവള് പോയടാ. എടാ നന്ദു, ചുമ്മാ പ്രാങ്കാക്കല്ലേ. എടാ സത്യം പറ, എവിടെ അവള്? എടാ ഉള്ളതാടാ പറയുന്നേ. നീ എന്തായാലും അവളെ വീട്ടിലേക്ക് ആയോ? ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇന്റർവ്യൂ റിസൾട്ട് കിട്ടിയില്ല. കേട്ടില്ലേ? കിട്ടിയില്ല. എന്റെ ഒടുക്കത്തെ പ്ലാൻ, എന്റെ പ്ലാൻ കാരണം ഇത് സംഭവിച്ചേ. ഇനി എന്റെ പ്ലാൻ കേൾക്കണോ ഞാൻ? ഗായത്രി, നീ എന്ന് മുതൽ ഇനി ലൈഫിൽ ഒന്ന് മുതൽ മൊത്തം ഈ പ്രശ്നങ്ങളാ. ഈ റിലേഷൻഷിപ്പ് പോക്കൊക്കെ എന്തിനാണ് തുടങ്ങി വെച്ചേ? എന്താന്ന് പോയിട്ട് ഉത്തരം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഒന്നും ഇറിറ്റേറ്റ് ചെയ്ത് പോയിട്ടോ. നന്ദു, ഗായത്രി എന്താടോ ഒന്നും മിണ്ടാത്ത? എടാ ആരെയും പറയണത് വിവേക്. എടാ ഒന്നും പറയടാ. നന്ദു, എനിക്കൊന്നവിടെ കാണണോടാ പ്ലീസ്. ഒരു വട്ടം ഗായത്രി, എല്ലാരും പറയാ നീ എന്നെ വിട്ടു പോയെന്ന്. പക്ഷേ എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ഞാൻ നിന്നെ ഹേർട്ട് ആക്കണമെന്ന് വിചാരിച്ചല്ലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്റെ മിസ്റ്റേക്കായില്ല. ഞാൻ ഒരുപാട് മോശമായിരുന്നല്ലേ. നീ എന്നെ ഒരുപാട് വട്ടം കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ എന്തെല്ലാം പറഞ്ഞാലും നീ പിന്നെയും സോറി പറഞ്ഞ് വരാറുണ്ട്. ഗായത്രി, ഐ എം സോ സോറി. ഗായത്രി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അതെനിക്ക് നെഞ്ചോടെ ഇരിക്കണം.